തിയേറ്ററിൽ മൊത്തം ഭയങ്കര ക്ലാപ്സ് കിട്ടിയ സീനാണത്. ആക്ച്വലി ഇതെൻ്റെ കഥയാടാ, ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാടാ എന്ന് പറയുമ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ആ കഥ ഞാൻ തിരുത്തും ജോർജ് സാറേ എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി പോണത്. ആക്ച്വലി ആ ഡയലോഗ് നമ്മൾ സിനിമ യൂസ് ചെയ്തില്ല, നോട്ടം മാത്രമേ ഉള്ളൂ. അപ്പം ലാൽ സാറ് ആ സീൻ എടുക്കുന്ന തൊട്ട് മുമ്പ് ബിനുവാണ് എൻ്റെ ഇതിൻ്റെ അകത്തുള്ള ഡയറക്ഷൻ ടീമിൻ്റെ ഹെഡ് ഡയറക്ടർ. അപ്പം ബിനുവിൻ്റെ അടുക്കുന്ന ഡയറക്ടർ സാറിനൊന്ന് ചോദിക്കുമോ, അത് ഡയലോഗ് ഇല്ലാണ്ട് നമുക്ക് ലുക്കിൽ മാത്രമായിട്ട് ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്നൊന്ന് ചോദിക്കും. ഇതാണ് ലാൽ സാറിൻ്റെ ഭാഷ. അദ്ദേഹത്തിനോട് അത് പറഞ്ഞ് മനസ്സിലാക്ക് എന്നല്ല, അവിടെ ഡയലോഗ് വേണ്ട എന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കൂ എന്നല്ല, ചോദിക്കുമോ അതല്ലേ ബെറ്റർ എന്നൊന്ന് ചോദിക്കുമോ. അപ്പം ബിനു എൻ്റെ അടുക്കൽ ഒന്ന് ഇങ്ങനെ ചോദിക്കും, ലാൽ സാർ ഇങ്ങനെ സെഷൻ ചോദിച്ചു. അപ്പം ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നത്, കാരണം അതൊരു തിയേറ്റർ ക്ലാപ്സ് മൂവ്മെൻ്റ് ആണ്. നോട്ടം തന്നെയാണോ അതോ അവിടെ ഇത് എൻ്റെ കഥയാടാ, ഇതിലെ നായകൻ ഈ ജോർജ് സാറാടാ എന്ന് പറയുമ്പം ഞാൻ ആ കഥ തിരുത്തും ജോർജ് സാറേ എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണോ അതോ വെറും ഒരു നോട്ടം മാത്രമാണോ ബെറ്റർ എന്നുള്ളതിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡായി. അപ്പം അത് രണ്ട് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഒരു സെറ്റ് ആളുകൾ, അപ്പം നമ്മൾ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ നമ്മളുടെ ടീമുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു ടീം പറഞ്ഞു അത് തിയേറ്റർ ക്ലാപ്സ് ആണ്, ആ ഡയലോഗ് മിസ്സാക്കരുത്. ഒരു ടീം പറഞ്ഞത് ക്ലാസ് ആണ്, ഡയലോഗ് പറയാനൊരു നോട്ടത്തിലൊരു കമ്മ്യൂണിക്കേഷൻ, അത് ആ നോട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയാണെന്ന് തോന്നുന്നു. അപ്പം ഇത് ഞാൻ കൺഫ്യൂസ് ആയതുകൊണ്ട് തന്നെ ലാൽ സാറിൻ്റെ മുന്നിൽ ഞാൻ പെടാണ്ട് ഇങ്ങനെ കറങ്ങി നടക്കും. കാരണം ലാൽ സാർ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ ലോക്കായി പോകും. അപ്പം ഞാൻ ലാൽ സാർ ഇങ്ങനെ പുറകെ കൂടി, മോനെ ബിനുവിൻ്റെ അടുക്ക് ഞാനൊരു അഭിപ്രായം പറഞ്ഞായിരുന്നു, അത് മോൻ എന്ത് തോന്നി